السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി, നന്ദിയുള്ളവരായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിച്ചിട്ടുള്ള അവന്റെ അടിമകളോട് വളരെയധികം കാരുണ്യം കാണിക്കുന്നവനാണ്. ഈ ഒരു വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ ഹദീസുകളിലുമൊക്കെ ആവർത്തിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു കാര്യമാണ്. വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് വളരെയധികം കരുണയുള്ളവനാണ്, ആർദ്രതയുള്ളവനാണ്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. മനുഷ്യന്മാരുടെ മുഴുവൻ തെറ്റുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. നിശ്ചയമായും അവൻ ഗഫൂറാണ്, ധാരാളമായി കൊണ്ട് പൊറുക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടിമകളെ ശിക്ഷിക്കുവാൻ വേണ്ടിയല്ല അല്ലാഹു ഒരിക്കലും അവൻ അടിമകളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അവരോടുള്ള കാരുണ്യത്തിന്റെ ഭാഗമായി കൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങളും നിഅമത്തുകളുമെല്ലാം എമ്പാടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കനിഞ്ഞ് അരുളിയിട്ടുണ്ട്. ഇനി വല്ല അബദ്ധവും അവന്റെ അടിമകളുടെ ജീവിതത്തിൽ വന്നാൽ, സംഭവിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണെങ്കിൽ ആ കാര്യങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയും തൗബ സ്വീകരിക്കുകയും ഒരു വേള അവർ ചെയ്തിട്ടുള്ള തിന്മകളെപ്പോലും നന്മകളാക്കി മാറ്റിക്കൊടുക്കുകയും ചെയ്യുക എന്നതും അല്ലാഹുവിന്റെ ഒരു പ്രത്യേകമായ കാരുണ്യത്തിന്റെ ഭാഗമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹ. അല്ലാഹുവിന്റെ അടുക്കൽ ഒരു തെറ്റൊരു മനുഷ്യൻ ചെയ്യുകയും എന്നിട്ട് ആ തെറ്റിൽ നിന്ന് അവൻ പശ്ചാത്തപിച്ച് മടങ്ങുകയും അവന്റെ വിശ്വാസമോ നന്നാക്കുകയും അമലു സ്വാലിഹാത്തുകൾ പ്രവർത്തിക്കുകയും ചെയ്താൽ, ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ആ മനുഷ്യന്മാർക്ക് അല്ലാഹു തൗബ കൊടുക്കുമെന്ന് മാത്രമല്ല, അവർ ചെയ്തിരിക്കുന്ന അരുതായ്മകൾ, തിന്മകൾ, പാപങ്ങൾ, ആ പാപങ്ങളെ നന്മകളാക്കി അല്ലാഹു മാറ്റിക്കൊടുക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ തിന്മ ചെയ്താൽ, ആ തിന്മയിൽ നിന്ന് തൗബ ചെയ്താൽ
ആ തൗബ ചെയ്യുന്നതോടൊപ്പം തന്നെ, അവൻ ആ തൗബ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ആ താൻ ചെയ്തിട്ടുള്ള തിന്മകൾ അല്ലാഹു നന്മകളാക്കി മാറ്റിക്കൊടുക്കും. വകാന അല്ലാഹു ഗഫൂർ റഹീമ. അല്ലാഹു സുബ്ഹാനഹു വതആല അടിമകളുടെ ഏറ്റവും കരുണയുള്ളവനാണ്. ഇങ്ങനെ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കും. പക്ഷെ വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും, ഒരു തിന്മ അഥവാ ശിർക്ക് എന്ന മഹാപാപം അല്ലാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. അത് ചെയ്തൊരു മനുഷ്യൻ തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വതആല പങ്കു ചേർക്കപ്പെടുന്നതിനെ, ശിർക്ക് ചെയ്യപ്പെടുന്നതിന് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ അടിമക്ക് പുറത്തു കൊടുക്കുകയില്ല. എന്നാൽ അതിന് താഴെയുള്ള തിന്മകളാണെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ പുറത്തു കൊടുക്കും. സഹോദരന്മാരെ, നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത്രയും കാരുണ്യത്തിന്റെ നിറകുടമായ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല തന്റെ അടിമകളുടെ വിഷയത്തിൽ അങ്ങേയറ്റം താൽപര്യമുള്ള തന്റെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടായിരിക്കാം ശിർക്ക് പോലെയുള്ള, കുഫർ പോലെയുള്ള തിന്മകൾ പൊറുക്കാതിരിക്കുന്നത്? അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ശിർക്കിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾക്ക് പോലും വേണ്ടത്ര ജാഗ്രതയില്ലാതെയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. എല്ലാ തിന്മകളും അല്ലാഹു പൊറുക്കുമെന്ന് പറഞ്ഞ അതേ റബ്ബ് തന്നെ പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അല്ലാഹുവിൽ ശിർക്ക് വെക്കപ്പെടുന്നതിന് അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതിന് താഴെയുള്ള തെറ്റുകളാണെങ്കിൽ എല്ലാവർക്കുമല്ല, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ അവിടെ സാഹചര്യങ്ങളും മുതിർകളൊക്കെ നോക്കിയിട്ട് അല്ലാഹു പുറത്തു കൊടുത്തേക്കാം. ഇത് ശിർക്ക് പൊറുക്കുകയില്ല. എന്താ ശിർക്ക് എന്ന് പറഞ്ഞാൽ? ജഅലു ശൈഇ മിൻ ഹഖ്ഖില്ലാഹി തആല ലിഗൈരിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവകാശപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തെ, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, അത് അല്ലാഹു അല്ലാത്തവരിലേക്ക് ഏർപ്പെടുത്തി കൊടുക്കും. അതിനാണ് ശിർക്ക് എന്ന് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അവകാശപ്പെട്ടൊരു വിഷയം അത് അല്ലാഹു അല്ലാത്ത ഏതൊരു സൃഷ്ടിയാണെങ്കിലും, അത് അമ്പിയാക്കന്മാരാണെങ്കിലും മരമാണെങ്കിലും കല്ലാണെങ്കിലും അതിലേക്ക് വെച്ചു കൊടുക്കുന്നതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. ഈ ശിർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുകയില്ല. എന്തുകൊണ്ടാണ്? അത് 2-3 കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ആ കാരണമുള്ളത് കൊണ്ടാണ് അത് പുറത്തു കൊടുക്കാത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ പുറത്തു കൊടുക്കുകയില്ല. എന്ന ഒന്നാമത്തെ കാരണം എന്താണ്? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ സൃഷ്ടിച്ചതിന്റെ പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ അല്ലാഹുവിനെ ആരാധിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ആരാധനകളും അർച്ചനകളുമെല്ലാം അർപ്പിക്കാൻ വേണ്ടിയാണ് മനുഷ്യന്മാരെയും ജിന്നുകളെയും അല്ലാഹു സൃഷ്ടിച്ചതു തന്നെ. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യന്മാരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കാൻ വേണ്ടി മാത്രമല്ലാതെ. അപ്പൊ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടൊരു പടപ്പ് അള്ളാഹിനെ ആരാധിക്കാതിരിക്കുമ്പോൾ അള്ളാഹ്ക്ക് പുറത്തു കൊടുക്കാൻ കഴിയില്ല. രണ്ടാമത്തെ ഒരു വിഷയം എന്താണ്? ഈ ശിർക്ക് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കുചേർക്കൻ. അള്ളാഹുവിന്റെ ഇത്രയും ഔന്നിത്യമുള്ള, ഇത്രയും മഹാത്മ്യമുള്ള, എല്ലാത്തിനും കഴിവുള്ള പടച്ച റബ്ബിലേക്ക് ഒരു മനുഷ്യൻ ദഈഫായ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരുപാട് ന്യൂനതകളുള്ള ഏതെങ്കിലും ഒരു പടപ്പിനെ ആക്കി കൊടുക്കുന്ന ശിർക്ക് എന്ന് പറയാം. ഇത് മനുഷ്യന്റെ പ്രകൃതിക്ക് വിരുദ്ധമാണ് എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രപഞ്ച നിയമത്തിന് തന്നെ വിരുദ്ധമാണ്. അഥവാ ഒരു മനുഷ്യൻ ശിർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ ആ പ്രവർത്തനം അള്ളാഹുവിന്റെ പ്രകൃതിക്ക് വിരുദ്ധമാണ്, അവന്റെ ഫിത്രത്തിന് തന്നെ വിരുദ്ധമാണ്. എന്താ പ്രകൃതിക്ക് വിരുദ്ധം എന്ന് പറഞ്ഞാൽ? ലോകത്ത് മനുഷ്യന്മാരല്ലാത്ത അനേകായിരം കോടാനുകോടി ജീവജാലങ്ങൾ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് തൗഹീദുള്ളവരാണ്, അവർക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണ്. വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി. വാനലോകങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അള്ളാഹുവിനാണ് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാത്ത ഒരാൾക്ക് സുജൂദില്ല. മരങ്ങളാണെങ്കിലും കല്ലുകളാണെങ്കിലും ജീവജാലങ്ങളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ഉറുമ്പുകളാണെങ്കിലും പ്രാണികളാണെങ്കിലും വലില്ലാഹി യസ്ജുദു, അള്ളാഹുവിനാണ് സുജൂദ്. മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മിൻ ദാബത്തിൻ, ഭൂമിയിലുള്ള എല്ലാ ജന്തുജാലങ്ങളും, അത് കഴുതയാണെങ്കിലും പൂച്ചയാണെങ്കിലും നായാണെങ്കിലും പട്ടിയാണെങ്കിലും സകലമാന വസ്തുക്കളും സകലമാന ജീവജാലങ്ങളും വലില്ലാഹി യസ്ജുദു, അള്ളാഹ്ക്ക സുജൂദ് ചെയ്യുന്നു, അള്ളാഹിനെയാണ് ആരാധിക്കുന്നത്, അള്ളാഹ്ക്കാണ് ഇബാദത്ത് ചെയ്യുന്നത്. വൽ മലായികത്തു, അള്ളാഹുവിന്റെ മലക്കുകളും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഒരു മനുഷ്യൻ ഇതിന് വിരുദ്ധമായിക്കൊണ്ട് അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുന്നു, അല്ലാത്തവർക്ക് ആരാധനകൾ അർപ്പിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്?
പ്രകൃതിക്കു തന്നെ വിരുദ്ധമാണ് ആ പ്രവർത്തനം. അല്ലാഹു സുബ്ഹാനഹു നിശ്ചയിച്ചിട്ടുള്ള ആരാധനയുടെ വ്യവസ്ഥകൾക്കെതിരാണത്. വഹും ലാ യസ്തക്ബിറൂൻ. ഈ പടച്ചറബിന് വേണ്ടി സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്ന മലക്കുകളും ഈ ദാബത്തുകളും അതുപോലെ തന്നെ ജീവജാലങ്ങളൊന്നും അവരൊന്നും കിബിറില്ലാത്തവരാണ്, അഹങ്കാരം നടിക്കാത്തവരാണ്. അല്ലാഹു സുബ്ഹാനഹു നിശ്ചയിച്ച ആ പ്രകൃതിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ഇതിന് വിരുദ്ധമായിക്കൊണ്ട് അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്താൽ എന്താണ്? അത് പ്രകൃതിയുടെ നിയമത്തിന് വിരുദ്ധമാണ് എന്ന് മാത്രമല്ല, അലം തറ അന്നല്ലാഹ, മനുഷ്യരെ നിങ്ങൾ കാണുന്നില്ല, അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബു വകസീറുൻ മിനൻ നാസ് വകസീറുൻ ഹഖ്ഖ അലൈഹിൽ അദാബ്. എന്താ മനുഷ്യന്മാരെ നിങ്ങൾ കാണാത്തത്? അല്ലാഹുവിനാണ് സുജൂദ്. മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരും ആകാശത്തുള്ളവരുമൊക്കെ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. വശംസു, സൂര്യന് സുജൂദ് ചെയ്യുന്നു. വൽ ഖമറു, ചന്ദ്രനും. വൻ നുജൂമു, നക്ഷത്രങ്ങളും. വൽ ജിബാലു, പർവ്വതങ്ങളും. വശജറു, മരങ്ങളും. വദ്ദവാബു, ജീവജാലങ്ങളും. വകസീറുൻ മിനൻ നാസ്, മനുഷ്യന്മാരിൽ അധിക ആളുകളും. മനുഷ്യന്മാരെ പറ്റി പറഞ്ഞ മൊത്തത്തിൽ പറഞ്ഞിട്ടില്ല, മറ്റെല്ലാം പറഞ്ഞ മൊത്തത്തിലാണല്ലോ പറഞ്ഞത്. സൂര്യനും ചന്ദ്രനും അതുപോലെ തന്നെ മറ്റു നക്ഷത്രങ്ങളുമെല്ലാം എല്ലാം അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. അപ്പോൾ മനുഷ്യൻ അള്ളാഹുവിനല്ലാതെ ഇബാദത്തുകൾ ചെയ്താൽ രണ്ടാമത്തെ കാര്യം അത് മനുഷ്യന്റെ ഫിത്രത്തിന് തന്നെ, മനുഷ്യന്റെ ഈ പ്രകൃതിക്ക് തന്നെ എതിരാണ്. അതുകൊണ്ട് ഒരിക്കലും അത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് പൊറുക്കാൻ കഴിയാത്തൊരു തിന്മയായി മാറുന്നു. മൂന്നാമത്തെ ഒരു കാര്യം മനുഷ്യ പ്രകൃതിക്ക് തന്നെ എതിരാണ്. എന്താ? മനുഷ്യന്റെ ഫിത്രത്തിന് തന്നെ എതിരാണ്. കാരണം ഒരു മനുഷ്യന്റെ ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആധുനികമായ ശാസ്ത്ര പഠനങ്ങൾ വരെ തെളിയിക്കുന്ന കാര്യം മനുഷ്യൻ ജന്മനാ തന്നെ ദൈവവിശ്വാസിയാണ് എന്നുള്ളതാണ്. അതിവിടുത്തെ കേരളത്തിലെ തന്നെയും ദൈവനിഷേധികളായ ആളുകൾ പോലും അംഗീകരിക്കുന്ന കാര്യമാണ്. ഒരു മനുഷ്യൻ ജനിച്ചു വീഴുമ്പോൾ തന്നെ അവൻ ദൈവവിശ്വാസിയായിക്കൊണ്ടാണ്. ഈ രംഗത്തുള്ള ആധുനികമായ പഠനങ്ങൾ തന്നെ ആർ വി ബോൺ ബിലീവിംഗ് ഇൻ ഗോഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ജനിച്ചു വീഴുന്നത് തന്നെ ഒരു ദൈവവിശ്വയിൽ വിശ്വസിച്ചുകൊണ്ടാണ്. പിന്നെ ആ ദൈവവിശ്വാസം തന്റെ കിബർ കൊണ്ടും അഹങ്കാരം കൊണ്ടും ജഹാലത്ത് കൊണ്ടും അറിവില്ലായ്മ കൊണ്ടുമൊക്കെ ഈ ഒരു വിശ്വാസത്തെ മറച്ചു പിടിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ദൈവത്തെ നിഷേധിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ആ അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസത്തിന് ഘടകവിരുദ്ധമാണ് ശിർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഒരു മനുഷ്യനാകുന്നത് തന്നെ, ഒരു മനുഷ്യൻ അവന്റെ അസ്തിത്വത്തിൽ പൂർണ്ണനാകുന്നത് തന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുമ്പോഴാണ്. ഇല്ലെങ്കിൽ മനുഷ്യന്റെ ഫിത്രത്തിന് തന്നെ അത് എതിരായി മാറും. വിശുദ്ധ ഖുർആൻ പറഞ്ഞു നോക്കൂ, ഇദ ഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ. മനുഷ്യന്മാരെ വീണ്ടും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുതുകിൽ നിന്ന് മുഴുവൻ മനുഷ്യന്മാരെയും അള്ളാഹു എടുക്കുകയും എന്നിട്ട് അവർക്ക് മുമ്പിൽ അള്ളാഹു സാക്ഷി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താണ്? അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ, ഞാൻ പോരെ നിങ്ങൾക്ക് റബ്ബായിക്കൊണ്ട്, അഥവാ അള്ളാഹ്ക്ക് ഇബാദത്തിനും കാര്യങ്ങൾക്കുമൊക്കെ ഞാൻ മതിയായവനല്ലയോ, ഞാനല്ല നിങ്ങളുടെ റബ്ബ് എന്ന് മുഴുവൻ മനുഷ്യന്മാരും അള്ളാഹ് ചോദിക്കുകയും നമ്മളൊക്കെ തന്നെയും അത് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. ഖാലൂ ബലാ. അപ്പൊ പിന്നെ അതിനെതിരെ പ്രവർത്തിക്കുമ്പോൾ ആ കരാറിനെതിരാണ്, മനുഷ്യന്റെ ഫിത്രത്തിനെതിരാണ്. ഇങ്ങനെ ഒരു കരാർ എന്തുകൊണ്ടാണ് അള്ളാഹു വാങ്ങിയത്? തഖൂലു, നിങ്ങൾ പറയാതിരിക്കാൻ, യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ശിർക്ക് ചെയ്ത് കുഫർ ചെയ്ത് വരുമ്പോൾ നിങ്ങൾ അവിടെ വെച്ച് പറയാതിരിക്കാൻ, ഇന്നാ കുന്ന അൻ ഹാദാ ഗാഫിലീൻ, പടച്ചോൻ ഇതിനൊക്കെ ഞങ്ങൾ ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ, ഞങ്ങൾക്ക് അശ്രദ്ധരായിരുന്നല്ലോ എന്ന് പറയാതിരിക്കാൻ. ഔ തഖൂലു, നിങ്ങൾ ഇങ്ങനെയും പറയാതിരിക്കാൻ, ഇന്നമാ അശ്റക ആബാഉനാ മിൻ ഖബ്ലു, പടച്ചോനെ ഞങ്ങളെന്താ ചെയ്യുക? ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ പിതാക്കന്മാർ ഇതൊക്കെ ചെയ്തു കാണിച്ചവരാണ്, അതുകൊണ്ട് ഞങ്ങളും അങ്ങനെ തന്നെ. വകുന്നാ ദുർരിയത മിൻ ബഅദിഹിം, അവിടെ കുട്ടികളാണ് ഞങ്ങൾ, അതുകൊണ്ട് വാപ്പ ശിർക്ക് ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ ശിർക്ക് ചെയ്തു എന്ന് പടച്ചോന്റെ മുമ്പിൽ വെച്ച് പറയാതിരിക്കാൻ നിങ്ങളുടെ ആത്മാവിനോട് ഒരു കരാർ അല്ലാഹു സുബ്ഹാനഹു വതആല വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക് ഇബാദത്തുകൾ അത് ചെറിയ അംശമാണെങ്കിൽ തിരിക്കുമ്പോൾ ഒരു മനുഷ്യത്വത്തിന്റെ ഫിത്രത്തിന് തന്നെയാണ് അവൻ യഥാർത്ഥത്തിൽ അവിടെ കളഞ്ഞു കുളിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകൻ കുല്ലു മൗലൂദിൻ യൂലിദു അൽ ഫിത്ര, എല്ലാ മനുഷ്യ കുഞ്ഞുങ്ങളും ജനിച്ചു ശുദ്ധമായ ഇസ്ലാമിലാണ്, അവൻ ശുദ്ധമായ ഇസ്ലാമിലാണ് ജനിച്ചു വീഴുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖുദ്സിയ ഹദീസിൽ കാണാം, ഇന്നി ഖലഖ്തു ഇബാദി ഹുനഫാ, എന്റെ മുഴുവൻ അടിമകളെയും മനുഷ്യന്മാരെ ഞാൻ സൃഷ്ടിച്ചത് ഹനീഫുകളായിക്കൊണ്ടാണ്. ഹനീഫ് എന്ന് പറഞ്ഞാൽ ഒരു വക്രതയില്ലാത്ത, ശിർക്കില്ലാത്ത വിശ്വാസത്തിന്റെ ഉടമകളും തനിച്ച തൗഹീദിലായിക്കൊണ്ടാണ് എന്റെ അടിമകൾ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഫജാഅത്തുഹും ശൈത്താൻ,
അങ്ങനെ പിശാചുക്കൾ മനുഷ്യന്മാരുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ അവരെ തൗഹീദിൽ നിന്ന് വലിച്ച് പിന്നെ പിശാച് ശിർക്കിലേക്ക് കൊണ്ടുവന്നതാണ്. അങ്ങനെ ഒരു വലി അവിടെ നടന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ പിശാചിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ പിശാചിന്റെ വഴിതെറ്റിക്കൽ അവിടെ നടന്നിട്ടില്ലെങ്കിൽ മനുഷ്യന്മാർ ശുദ്ധമായ പ്രകൃതിയിൽ തന്നെയാണ് ജനിച്ചു വളരുക എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ആധുനികമായിട്ടുള്ള പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ ഒരു സ്വാധീനവും ബാഹ്യമായ ഒരു സ്വാധീനത്തിലും അകപ്പെടാത്ത ഒരു വിശ്വാസവും അവന് പറഞ്ഞു കൊടുക്കാതിരുന്നാൽ അവൻ ശുദ്ധമായ ഫിത്രത്തിൽ ശുദ്ധമായ ഏകദൈവ വിശ്വാസത്തിൽ തന്നെയാണ് വളർന്നു വരിക എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ശാസ്ത്രവും തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ തെറ്റിപ്പോയാൽ എന്താണ്? ആ മനുഷ്യന്റെ പ്രകൃതിയിലും തന്നെ തെറ്റിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകും. ഇനി നാലാമത്തെ ഒരു വിഷയമുണ്ട്. ശിർക്ക് എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ശിർക്കിനെ സംബന്ധിച്ചിടത്തോളം അവന് ശിർക്ക് ചെയ്യാൻ പടച്ച റബ്ബിന്റെ മുമ്പിൽ പറയാൻ ഒരു ന്യായവും അവനുണ്ടാവുകയില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. ഇപ്പൊ ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു എന്ന് കൂട്ടി, നഊദു ബില്ലാഹി മിൻ ദാലിക്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ ഞാൻ സാഹചര്യത്തിൽ പെട്ടുപോയതാണ് എന്ന് പറയാനൊരു അവസരമുണ്ട്. അല്ലാഹു സ്വീകരിക്കില്ല എന്നല്ല, പക്ഷെ ന്യായം പറയാനുള്ള അവസരങ്ങളുണ്ട്. ഒരു സാമ്പത്തികമായി കൊണ്ട് വളരെ കുടുങ്ങിയൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ പക്ഷെ പലിശയിലേക്ക് പോകാൻ സാഹചര്യമുണ്ട്. ഒരു ന്യായം സ്വീകരിക്കപ്പെടുന്നില്ലെങ്കിലും പറയാൻ പറ്റിയൊരു ന്യായമെങ്കിലും ഉണ്ടാകും. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസത്തിൽ അകപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ച് ഒരു കളവ് പറയേണ്ടി വന്നു, അയാൾക്കത് ന്യായമുണ്ടാകാം. ഞാൻ കുടുങ്ങിയപ്പോൾ പറഞ്ഞു പോയതാണ്. അങ്ങനെ ഒരു ന്യായം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലോ അല്ലെങ്കിൽ പടപ്പുകളുടെ മുമ്പിലോ പറയാൻ ശിർക്കിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം എന്താ? ഞാൻ കുടുങ്ങിയപ്പോൾ ശിർക്ക് ചെയ്തു പോയതാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു കുടുക്കില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം അമ്മ യുജീബുൽ മുദ്ററ ഇദാ ദആഹു വയക്ഷിഫുസ്സൂ. ഒരു മനുഷ്യന് എന്ത് എന്ത് ഇടങ്ങേറാണെങ്കിലും ആ ഇടങ്ങേറിന്റെ ഉള്ളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചാലും അതിന് ഉത്തരം കൊടുത്ത് അവന്റെ പ്രയാസം നീക്കിക്കൊടുക്കാൻ പടച്ചോനുണ്ട്, കഴിവുണ്ട്. പിന്നെ എന്താണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശിർക്ക് ചെയ്യേണ്ട ഒരു ഗതികേട് മനുഷ്യനുണ്ടാകൂല. അതുകൊണ്ടാണ് ശിർക്കിനോട് അടുക്കരുത് എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. നിങ്ങൾ ശിർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞു. അതേസമയത്ത് വ്യഭിചാരത്തോട് അടുക്കരുതെന്ന് പറഞ്ഞു. വലാ തഖറബുസ് സിനാ വലാ തഖറബുൽ ഫവാഹിഷ, തിന്മകളോട് തോന്നിവാസങ്ങളൊന്നും അടുക്കാൻ പാടില്ല. നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുതെന്ന് പറഞ്ഞാൽ സാഹചര്യത്തിൽ അടുത്താൽ പെട്ടുപോകും. വലാ തഖറബു മാലൽ യതീം, നിങ്ങൾ യതീമിന്റെ സമ്പത്തിനോട് അടുത്തു പോകരുത് എന്ന് പറഞ്ഞാൽ അന്യായമായ സമ്പത്തിനോട് അടുത്തു പോയാൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. സാഹചര്യങ്ങൾ അതിനെ തിന്മയിലേക്ക് നയിക്കും. അതേ സമയത്ത് സാഹചര്യങ്ങൾ ഒരു മനുഷ്യന് ശിർക്കിലേക്ക് നയിക്കൂല. കാരണം എന്താണ്? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു സാഹചര്യം, ഒരു അല്ലാഹുവിനെ വിട്ട് പടപ്പുകളിലേക്ക് തിരിയേണ്ട ഒരു സാഹചര്യം ദുനിയാവിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പ്രയാസം ഘട്ടത്തിലും അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയില്ല. ഈ കാരണം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞു. ഒരു വിഷയം വ്യഭിചാരങ്ങളും അതുപോലത്തെ തിന്മകളും സാമ്പത്തികമായ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അത് പുറത്തു കൊടുത്തേക്കാം. കാരണം ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും അത്തരം തിന്മകളിലേക്കൊരു മനുഷ്യൻ ചെന്ന് ചാടാൻ സാധ്യതകളുണ്ട്. ശിർക്കിനെ സംബന്ധിച്ചിടത്തോളം കുഫറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഗതിയില്ല. ഇനി അഞ്ചാമത്തെ ഒരു കാരണം എന്താ പറയുക? ഉലമാക്കൾ പറഞ്ഞു, ശിർക്ക് എന്ന് പറഞ്ഞാൽ മറ്റു തിന്മകളെ പോലൊന്നുമില്ല. ലോകത്ത് ഏറ്റവും വലിയ വിഡ്ഢിത്തം എന്ന് പറയുന്നത് ശിർക്കാണ്. ഏറ്റവും വലിയ പമ്പര വിഡ്ഢിത്തം എന്ന് പറയുന്നത് ശിർക്കാണ്. നിങ്ങൾ ആലോചിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യന്റെ വൈകാരികതയിൽ അവൻ ലൈംഗികമായ തിന്മകളിലേക്ക് പോയേക്കാം. മനുഷ്യന്റെ പണത്തോടുള്ള ആർത്തി കൊണ്ട് അവന് സാമ്പത്തിക തിന്മകളിലേക്ക് പോയേക്കാം, മറ്റൊക്കെ പോയേക്കാം. അതൊക്കെ ദുനിയാവിൽ ചില കാര്യലാഭങ്ങൾ അവനുണ്ടായേക്കാം. പക്ഷെ ശിർക്കിനെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായിക്കൊണ്ട് സാമ്പത്തികമായി അള്ളാഹുവിന്റെ പരീക്ഷണാർത്ഥം ചില ലാഭങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ചത് ബുദ്ധിപരമായിക്കൊണ്ട് വലിയ അബദ്ധവും വലിയ വിഡ്ഢിത്തവുമാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് മഹാഭൂരിപക്ഷം മുശ്രിക്കീങ്ങളാണ്. അവരെന്തിനാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ബിംബങ്ങളെയും അതുപോലെ തന്നെ കല്ലുകളെയും മരങ്ങളെയും? ഒരു വലിയ കല്ലെടുത്തു കൊണ്ടുവന്ന് അതിനെ കൊത്തിയുണ്ടാക്കി തന്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് തന്നെ കൊത്തിയുണ്ടാക്കി, ആ കൊത്തിയുണ്ടാക്കിയതിനെ തന്റെ കൈകൾ കൊണ്ട് തന്നെ പെയിന്റടിച്ച് അതിന് രൂപമുണ്ടാക്കി, എന്നിട്ട് അതിന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കാൻ. ഇതിനും വലിയ ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢിത്തരം ഏതാണുള്ളത്? ഇനി നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകളാണെങ്കിലോ,
ഒരു മനുഷ്യൻ വലിയെന്ന് പറയപ്പെടുന്ന മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ സ്വന്തം കുളിക്കുന്നില്ല, അയാൾ സ്വന്തം ഖബർസ്ഥാനിലേക്ക് നടന്നു പോകുന്നില്ല, അയാൾ സ്വന്തം തന്റെ ഖബർ കുഴിക്കുന്നില്ല. നിങ്ങളാരും ഖബറിലേക്ക് ഇറങ്ങണ്ട, ഞാൻ സ്വന്തം ഇറങ്ങിക്കോളാം എന്ന് പറയുന്നില്ല. അയാൾ തന്റെ സ്വന്തം ഖബർ എല്ലാം വേറെ ആളുകൾ ചെയ്തു കൊടുക്കണം. ഈ ചെയ്തു കൊടുത്ത ആളുകൾ പിന്നീട് ആവശ്യം വരുമ്പോൾ ഒന്നിനും കഴിവില്ലാത്ത ഈ മനുഷ്യനോട് സഹായം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് വലിയ വിഡ്ഢിത്തം മറ്റെന്താണുള്ളത്? വിശുദ്ധ ഖുർആൻ ഇത് വളരെ കൃത്യമായി പറഞ്ഞു. മറ്റ് തിന്മകളൊന്നും അങ്ങനല്ല. ഒരു മനുഷ്യൻ കളവ് പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെട്ടേക്കാം, പടച്ചവന്റെ അടുത്ത് രക്ഷപ്പെടില്ലെങ്കിലും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും തിന്മകളുണ്ടെങ്കിൽ തൽക്കാലം രക്ഷപ്പെട്ടേക്കാം. പക്ഷെ ശിർക്കിനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഇന്ന ശിർക്കല ദുൽമുൻ അളീം. ദുൽം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിനുണ്ട്. ഒന്ന് അക്രമം നടത്തുന്നുണ്ട്, ഏറ്റവും വലിയ ഇരുട്ട് നടത്തുന്നുണ്ട്. കാരണം ഒരു മനുഷ്യൻ ഏറ്റവും വലിയ ഇരുട്ടിലേക്കാണ് ശിർക്കിലേക്ക് ചാടുന്നത്. അതാണ് അല്ലാഹു പറഞ്ഞത് ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഏത് വസ്തുവാണെങ്കിലും ലൻ യഖ്ലുഖൂ ദുബാബൻ, ഒരു ഈച്ചയെ പോലും അതിന് പടക്കാൻ സാധ്യമല്ല. അത്രയും ദുർബലന്മാരാണവർ. അത് എത്ര വലിയവരാണെങ്കിലും. കാരണം മക്കത്തെ മുശ്രിക്ക് ആരാധിച്ചത് ഇബ്രാഹിം നബിയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെറിയ ആളാണോ? ലൻ യഖ്ലുഖൂ ദുബാബൻ വലൗ ഇജ്തമഊ ലഹു, ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടിയാലും നിങ്ങൾക്കതിന് സാധ്യമല്ല. ഇനി വീണ്ടും പറയുന്നു വൈയസ്ലുഹു ദുബാബു ഷൈഅൻ, ഈ ചേങ്ങാനും അവരിൽ നിന്നെങ്ങാനും പോലെ തട്ടിയെടുത്താൽ ലാ യസ്തൻഖിദുഹു മിൻഹു, അതിൽ നിന്ന് ആ തട്ടിയെടുത്ത ആളുകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ ഇവർക്കൊന്നും സാധ്യമല്ലെന്ന് മാത്രമല്ല ളഅഫത് ത്വാലിബ് വൽ മത്ലൂബ്, സഹായം തേടുന്നവനും തേടപ്പെട്ടവനും എത്ര ലഈഫുകളാണ്, എത്ര ദുർബലന്മാരാണ്. എന്തിനാണ് ഈ ലഈഫുകളിലേക്ക് പോകുന്നത്? അല്ലാഹു അടുത്ത ആയത്തിൽ പറയാണ് ഇത്രയും ഒരു ഈച്ചയുടെ ശക്തി പോലും ഇല്ലാത്ത ഈ ദുർബലന്മാരായ ആളുകളെ ഈ ബുദ്ധിമാനായ മനുഷ്യന്മാർ സഹായം തേടുന്നു, ആരാധിക്കുന്നു. എന്തൊരു വിഡ്ഢിത്തമാണിത്! അടുത്ത ആയത്ത് എന്താ അറിയോ? ഒമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യന്മാർ പടച്ച റബ്ബിനെ കണക്കാക്കേണ്ടത് പ്രകാരം കണക്കാക്കുന്നില്ലല്ലോ. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, അല്ലാത്തവരൊക്കെ ദുർബലന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാകട്ടെ ഖവിയ്യാണ്, അസീസാൻ, അതിശക്തനാകുന്നു എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, നിങ്ങൾ ഇത്രയും വലിയ ഒരു പോഴത്തമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഈ ശിർക്ക് എന്ന് പറഞ്ഞാൽ. അതിന് യാതൊരു ന്യായവും പടച്ച റബ്ബിന്റെ മുമ്പിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വെക്കാനില്ല. അതുകൊണ്ടാണ് മനുഷ്യന്മാരിൽ മാത്രമാണല്ലോ ശിർക്കുള്ളത്. മനുഷ്യന്മാരിൽ ചില ജിന്നുകളിൽ മാത്രം. ജീവജാലങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഒരു ജീവജാല, ഏതെങ്കിലും ഒരു എലി ഒരു പോത്തിനെ ആരാധിക്കുന്ന നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൂച്ച ഒരു എലി ആരാധിക്കുന്നുണ്ടോ? ഒരു എലി പൂച്ചയെ ആരാധിക്കുന്നുണ്ടോ? ഒരു പട്ടി മറ്റൊരു പട്ടിയെ ആരാധിക്കുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എല്ലാം പടച്ചറബനെയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഡ്ഢിത്തം എന്ന് പറയും ശിർക്കാണ്. അതുകൊണ്ട് ആ പടച്ചറബ് അങ്ങനത്തെ ഒരു സംഗതി അള്ളാഹു പുറത്തു കൊടുക്കില്ല എന്ന് പറഞ്ഞു. അത് തൗബ ചെയ്തെങ്കിൽ തന്നെ പുറത്തു കൊടുക്കില്ല. മാത്രമല്ല ഈ വിഡ്ഢിത്തം, ഇതിന്റെ ഒരു പിഴവ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തും അവർക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ട്, നരകത്തിലും അവർക്ക് ബോധ്യപ്പെടുത്തുന്ന രംഗം വിശുദ്ധ ഖുർആൻ കാണാം. കാരണം ഇത് വലിയ കാര്യമായിക്കൊണ്ട് ആളുകൾ മനസ്സിലാക്കും. പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ അവർ നിഷ്പ്രഭരായി പോകുന്ന കാഴ്ച വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായിക്കൊണ്ട് അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്തുൽ അംബിയായിൽ അള്ളാഹു പറയാണ് വയൗമ നഹ്ശുറുഹും ജമീഅൻ, എല്ലാവരെയും പരലോകത്ത് നാം ഒരുമിച്ച് കൂട്ടും. ശിർക്ക് ചെയ്തവരുണ്ടാവും, ശിർക്ക് ചെയ്യപ്പെട്ടവരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. എന്നിട്ട് അള്ളാഹു പറയാൻ സുമ്മ നഖൂലു ലില്ലദീന അശ്റകൂ, എന്നിൽ പങ്കുചേർത്ത ആളുകളോട് ഞാൻ ചോദിക്കും ഐന ശുറകാഉകുമുല്ലദീന കുൻതും തസ്ഉമൂൻ, നിങ്ങൾ എന്നിൽ ശിർക്ക് ചെയ്തിരിക്കുന്ന ആളുകളൊക്കെ എവിടെ പോയി? അള്ളാന്റെ ചോദ്യാൻ പരലോകത്ത് വെച്ച്. അല്ലല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ച്, അല്ലല്ലാത്തവരെ ആരാധിച്ച്, വിഗ്രഹത്തിനും അതുപോലെ മറ്റുള്ള സംഗതികളൊക്കെ ഉണ്ടാക്കി നടന്ന ആളുകളോട് അള്ളാഹ് ചോദിക്കും ഐന ശുറകാഉകുമുല്ലദീ കുൻതും തസ്ഉമൂൻ, നിങ്ങൾ ദുനിയാവിൽ വലിയ അവിടെ ഉണ്ടാകും ഇവിടെ ഉണ്ടാകും അങ്ങനെ സഹായിക്കും ഇങ്ങനെ സഹായിക്കും എന്ന് പറഞ്ഞ ആളുകൾ എവിടെ പോയി? അങ്ങനെ സൂറത്തുൽ അംബിയായിൽ അത് പറയും, സൂറത്തുൽ ഖസസിൽ അത് പറയാൻ. എന്നിട്ട് അള്ളാഹ് വീണ്ടും അവരോട് പറയും വഖീല ദുഉ ശുറകാഅക്കും, നിങ്ങൾ വിളിച്ചു നോക്കൂ. ദുനിയാവ് ഇഷ്ടം പോലെ നിങ്ങൾ വിളിച്ചിരുന്നല്ലോ, എങ്കിൽ ഇവിടെ വെച്ച് നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ. ഫദഅഉഹും, അപ്പോൾ അവിടെ വെച്ചുകൊണ്ട് അവർ വിളിക്കും. ദുനിയാവിൽ ആരൊക്കെയാണ് അവർ വിളിച്ചു പ്രാർത്ഥിച്ചത് അവിടെ വെച്ച് എല്ലാവരും വിളിക്കും, ആരും വിട്ടുപോകൂല. എന്നാൽ അള്ളാഹ് പറയാണ് ഫലം യസ്തജീബൂ ലഹും, അങ്ങനെ വിളിക്കുന്നല്ലാതെ, ഒച്ചട്ട് വിളിക്കുന്നല്ലാതെ ഒരു ഉത്തരവും പടച്ചറബിന്റെ മുമ്പിൽ അവിടെ അവർക്ക് കിട്ടുകയില്ല. വറഉൽ അദാബ്, ശിക്ഷ മുമ്പിൽ അവർ ഇങ്ങനെ കാണുന്നുണ്ടാകും.
നിങ്ങൾ ആലോചിച്ചു, ദുനിയാവിൽ വെച്ചുകൊണ്ട് അള്ളാഹു ഈ ഒരു വലിയ വിഡ്ഢിത്തം, വലിയ ഭോഷത്വം ചെയ്തിട്ട് പടച്ചറബിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന നിന്ദതയാണിത്. ഇനി നരകത്തിലോ? നരകത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം. നിങ്ങളും നിങ്ങൾ ആരാധിച്ചിരിക്കുന്ന മുഴുവൻ വസ്തുക്കളും, ആരാധിക്കപ്പെടുന്നവർ മനുഷ്യരും ആ മനുഷ്യരും ജിന്നുകളുമാണെങ്കിൽ അവർക്ക് തൃപ്തിയുണ്ടെങ്കിൽ അവരടക്കം ഹസബു ജഹന്നമ, അതൊക്കെയും നരകത്തിന്റെ വിറകുകളാകുന്നു. അൻതും ലഹാ വാരിദൂൻ, നിങ്ങളൊക്കെ നരകത്തിലുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കല്ലിനെ സംബന്ധിച്ചിടത്തോളം വിഗ്രഹങ്ങളടക്കം നരകത്തിലുണ്ടാവുന്നുള്ള പറഞ്ഞു. ഈ മനുഷ്യന്മാർ ആരാധിച്ചിരിക്കുന്ന വിഗ്രഹങ്ങളും കല്ലും മുട്ടിയും എല്ലാം നരകത്തിലുണ്ടാകും. കാരണം ഒരു കല്ലിനെ സംബന്ധിച്ചിടത്തോളം തക്ലീഫില്ല, കല്ല് ശിക്ഷ അർഹിക്കുന്നില്ല. പക്ഷെ എന്തിനാണ് ആ ആരാധിക്കപ്പെട്ട വിഗ്രഹത്തെ നരകത്തിൽ കൊണ്ടുവരുന്നത്? അത് അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. കാരണം ആ വിഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റു കല്ലിനെ സംബന്ധിച്ചിടത്തോളം അതിന് ശിക്ഷിക്കേണ്ട കാര്യം തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. അതും അള്ളാഹു സുജൂദ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ എന്നിട്ടും എന്തിനാണ് അള്ളാഹ് നരകത്തിൽ കൊണ്ടുവന്നത്? അള്ളാഹ് അടുത്ത ആയത്തിൽ പറഞ്ഞു, ലൗ കാന ഹൗലാഇ ആലിഹതൻ, ഇവരെങ്ങാനും ഇലാഹുകളായിരുന്നെങ്കിൽ മാ വറദൂഹാ, അവർ നരകത്തിൽ വരൂലായിരുന്നു. കാരണം ആ നരകത്തിൽ നിന്നെങ്കിലും രക്ഷപ്പെടാനുള്ള ശക്തി അവർക്കുണ്ടായിരുന്നെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ നരകത്തിൽ വരൂലായിരുന്നു. അപ്പൊ അവർ ഇലാഹുകളല്ല, അവർക്കൊരു ശക്തിയുമില്ല എന്ന് നിങ്ങളുടെ കൂടെ തന്നെ അവരെയും കൂടി നരകത്തിലേക്ക് ഇട്ടിട്ട് അള്ളാഹ് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഇതൊക്കെ അള്ളാഹു മുൻകൂട്ടി പറയാൻ, വക്കുല്ലും ഫിഹാ ഖാലിദൂൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ അവരൊക്കെ നരകത്തിൽ ശാശ്വതന്മാരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിക്കുന്നു. സഹോദരന്മാരിൽ, അള്ളാഹുവിൽ ഉള്ള ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതൊരിക്കലും പടച്ചറബ് പൊറുക്കൂല എന്ന് പറയാൻ കാരണം അള്ളാഹിന്റെ അടുക്കൽ പറയാൻ ന്യായം അതിനില്ല. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഡ്ഢിത്തമാണത്. അള്ളാഹുവിന്റെ ഫിത്രത്തിനെതിരാണ്, പ്രകൃതിയുടെ നിയമത്തിനെതിരാണ്, അതോടൊപ്പം തന്നെ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തിനുമെതിരാണ്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അള്ളാഹ് പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ശിർക്കിന്റെ വിഷയം മുസ്ലിം സമുദായത്തിൽ വളരെ ലാഘവത്ത്. ഇപ്പോൾ ഈ അടുത്ത് 2 ദിവസം മുമ്പ് മരണപ്പെട്ട ഒരാൾ, അയാൾക്ക് ജാറം വരാൻ പോകുകയാണ്. അയാളുടെ വീടിന്റെ ഉള്ളിൽ ഒക്കെ കളച്ചുണ്ടാക്കി ജാറുണ്ടാക്കാൻ പോകണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതുവരെ ആ റൂമിന്റെ ഉള്ളിൽ കിടന്നിറങ്ങിയ മനുഷ്യന് പിന്നെ ആ റൂം കളച്ചുണ്ടാക്കാൻ കഴിയില്ല. കാരണം മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ വേറെ ലോകത്തേക്ക് പോയി അവൻ വൈഫായി തീരും. അവന്റെ ശക്തിയുള്ളതൊക്കെ പൂർണ്ണനാണല്ലോ മരിക്കാന്ന് പറയാം. പക്ഷെ നമ്മൾ ചില ആൾക്കാർ മരിച്ചാൽ ശക്തി കൂടുന്ന വിശ്വസിക്കണം. ഇതൊക്കെ പിഴച്ച വിശ്വാസങ്ങളും ധാരണകളുമാണ്. ഇതൊക്കെ ഉണ്ടായാൽ അള്ളാഹുവിന്റെ അടുക്കൽ കുടുങ്ങിപ്പോകും. നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട് അതിൽ ലഹരി കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. നിയമപാലകന്മാരും ഭരണകൂടവും നിയമങ്ങൾ ശക്തമാക്കുന്നുണ്ടെങ്കിലും ആളുകളെ സംബന്ധിച്ചിടത്തോളം പിശാചിന്റെ കണിയിൽപ്പെട്ട് അതിലേക്ക് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ പ്രത്യേകിച്ചും യുവതലമുറയിൽ, വിദ്യാർത്ഥി തലമുറയിലുണ്ട്. അതിനെതിരെ ശക്തമായ ബോധവൽക്കരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. നമ്മളത് നിർവഹിക്കേണ്ടതാണ്. പക്ഷേ സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, വയറുവേദന ഉണ്ടായാൽ വയറിന്റെ മുകളിൽ വിക്സ് തേച്ചിട്ട് കാര്യമില്ല, അതിനുള്ളിലേക്ക് മരുന്ന് കഴിക്കണം. അപ്പം ലഹരി എന്നുള്ളത് ആ ലഹരിയെ ചികിത്സിക്കേണ്ട രീതിയിലാണ് ചികിത്സിക്കേണ്ടത്. പക്ഷെ നമ്മുടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്, കുട്ടികൾ സ്കൂളിൽ കുറേ ജുംബോ ഡാൻസോ മറ്റൊക്കെ ചാടിയാൽ ലഹരി കുറഞ്ഞു പോകുമെന്നൊരു തെറ്റിദ്ധാരണ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ചില ആളുകൾക്കെങ്കിലും ഉണ്ട്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളും അതിനെ അനുകൂലിക്കുന്നവരുണ്ടാകും, മഹാഭൂരിപക്ഷവും പ്രതികൂലിക്കുന്നവരുണ്ടാകും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കളൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നതും അതുപോലെ തന്നെ അവരെ പഠിക്കാൻ വിടുന്നതൊക്കെ അവിടുന്ന് നല്ല ദുനിയാവിലും ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന ഇൽമുകൾ പഠിക്കാനും കുട്ടികളെ സംസ്കാരം പഠിക്കാനും ആളുകളുമായിക്കൊണ്ട് എങ്ങനെ ഇടപഴകണം, അതുപോലെ തന്നെ ആളുകളുമായിക്കൊണ്ട് സാമൂഹികമായിക്കൊണ്ട് ജീവിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, സാമൂഹിക പാഠങ്ങളും അതുപോലെ തന്നെ ശാസ്ത്ര പാഠങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയാണ്.
പക്ഷെ പലപ്പോഴും എന്താ വെച്ചാൽ ഇന്നത്തെ വിദ്യാഭ്യാസ കരിക്കുലമാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള സംഗതികളൊക്കെ ആണെങ്കിലും കുട്ടികളെ തിന്മകളിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള പല പ്രവണതകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് നമ്മുടെ സമൂഹത്തിൽ നൽകുന്നത്. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകാം. കാരണം ഈ ആധുനിക കാലഘട്ടത്തിൽ കുറച്ചൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകണം. വെറും ദീനിന്റെ ചുറ്റുപാടിന്റെ ഉള്ളിൽ മാത്രം ജീവിച്ചാൽ നമ്മളൊക്കെ പുറന്തള്ളപ്പെട്ടു പോകുമോ എന്ന ഒരു അന്ധവിശ്വാസവും ചില സമൂഹത്തിൽ ചില ആളുകൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യമാണെങ്കിലും അള്ളാഹുവിന്റെ ദീനിനെതിരാണെങ്കിൽ അതിന് എതിര് നിൽക്കുക എന്നതാണ് നമ്മുടെ ദീന്. അള്ളാഹു റസൂലും പഠിപ്പിച്ച കാര്യത്തിനെതിരല്ലെങ്കിൽ അതിന് സഹകരിക്കാവുന്ന അതിന്റെ പരമാവധി കാര്യങ്ങൾ നമുക്ക് സഹകരിച്ച് പോകുന്നതാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ സഹകരിക്കുന്നതിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. അപ്പം അതിനെന്ത് പ്രയാസങ്ങളും സഹിക്കേണ്ടി വന്നാലും ആക്ഷേപങ്ങൾ സഹിക്കേണ്ടി വന്നാലും അതിനൊക്കെ സഹിക്കാനുള്ളൊരു ത്രാണി രക്ഷിതാക്കളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണമെന്ന് കൂടി ഞാൻ സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിക്കുകയാണ്. കാരണം ഇതൊക്കെ സ്കൂളുകളിൽ ചർച്ചയാകാൻ പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിലുള്ളത് എന്നുകൊണ്ടാണ് ഞാൻ ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്ത്യ ദുൽഹിജ്ജ മാസത്തിൽ നിന്ന് മുഹറം മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ്. ഇന്നലെ 29 മാസം, 1 മണിക്കൂറോളം മാസപ്പിറവി ഉണ്ടായിരുന്നെങ്കിലും കേരളത്തിന്റെ കാലാവസ്ഥ കാരണം മാസം കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെയായിരിക്കും മുഹറം 1 ഉണ്ടാകുക. അതിന്റെ അടിസ്ഥാനത്തിൽ ഞായറും തിങ്കളുമായിരിക്കും മുഹറം 9ഉം 10ഉം ഉണ്ടാകുക. മുഹറം 9ന് 10ന് നോമ്പ് വളരെ ശ്രേഷ്ഠകരമായ നോമ്പാണ്. ഇൻഷാ അല്ലാഹ് വിശദാംശങ്ങൾ പിന്നീട് നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുഹറം 1 കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നഹ്സാണ് എന്നൊക്കെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട്. വീട് കൂടൂല, കല്യാണം നടത്തൂല, കല്യാണം നിശ്ചയിക്കൂല, നല്ല കാര്യങ്ങളൊന്നും ചെയ്യൂല എന്നൊക്കെ അതൊക്കെ ശിയാക്കളിൽ നിന്ന് വന്ന പഴച്ച വിശ്വാസങ്ങൾ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസങ്ങളും നല്ലതാണ്. ഒരു ദിവസവും അവനെ സംബന്ധിച്ചിടത്തോളം ഒരു കേടുമുള്ളതല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അന്ധവിശ്വാസങ്ങൾ വിട്ടുനിൽക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. നമ്മുടെ പള്ളി ഇന്ന് ജുമാ കഴിഞ്ഞാൽ സ്നേഹസ്പർശം എന്ന് പറയുന്ന നമ്മുടെ പദ്ധതിക്കുള്ള കലക്ഷൻ ഉണ്ടായിരിക്കും. സ്നേഹസ്പർശം എന്ന് പറഞ്ഞാൽ ഒരാളും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന നിത്യരോഗികളായ ആളുകൾ, മാറാരോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകൾ, അവരൊക്കെ സഹായിക്കുകയും അവർക്ക് താങ്ങും തണലുമായി നിൽക്കുക എന്നത് നമ്മുടെ കൂടി ബാധ്യതയാണ്. കാരണം നമ്മളെ ആ രീതിയിൽ അള്ളാഹു ആക്കിയില്ല എന്നത് അള്ളാഹു നമ്മോട് കാണിച്ചൊരു കാരണത്തിന്റെ ഭാഗമാണ്. നമ്മളെപ്പോലെ പച്ചയായ മനുഷ്യന്മാർ നമ്മുടെ സഹോദരന്മാരും തന്നെയാണ് അവർ. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള സഹായം ഇൻഷാ അല്ലാഹ് നമ്മുടെ ജുമയ്ക്ക് ശേഷം കലശം ഉണ്ടായിരിക്കും. എല്ലാ ആളുകളും അത് സഹകരിക്കാൻ, പ്രത്യേകിച്ച് സ്ത്രീകളുമാക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അത്തരം പരീക്ഷണം നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ നിയമങ്ങളനുസരിച്ചുകൊണ്ട് ഏത് സാഹചര്യത്തിലും ജീവിക്കാനും മുസ്ലിമായിക്കൊണ്ട് തന്നെ മരണപ്പെടാനും അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിറഞ്ഞും അറിയാതെ വന്നു പോയിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളും ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് ഫലസ്തീനിൽ നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ പിഞ്ചുമക്കൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മുഴുവൻ ശക്തിയും അള്ളാഹു ക്ഷയിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും വിജയം നിന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين آمين برحمتك يا ارحم الراحمين.